ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയേ 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 ഈശോയേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇന്നലെ രാത്രി ശുഭരാത്രി വചന ശുശ്രൂഷയിൽ ഇന്നത്തെ തിരുനാളിന്റെ ചിന്തനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ശുഭരാത്രി ശുശ്രൂഷ കേൾക്കാറുള്ളവർ ഒന്ന് കരമുയർത്താവോ? ഒത്തിരിയേറെ പേരുണ്ട്, സന്തോഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ നമ്മൾ വിചിന്തനം ചെയ്ത ഒരു കാര്യം, പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച പ്രതിഫലമാണ് സ്വർഗാരോഹണം എന്നത്. സ്വർഗാരോപണം എന്നത് ഒരു വ്യത്യാസമുണ്ട്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്നാണ് പറയാറ്, ഈശോയുടെ സ്വർഗാരോഹണം എന്നുമാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ വ്യത്യാസം? ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയാണ്, സ്വർഗാരോഹണം. ഈശോ തന്നെ കയറിപ്പോവാണ്, അതാണ് സ്വർഗാരോഹണം. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ സ്വർഗാരോഹണമല്ല, സ്വർഗാരോപണമാണ്. എന്താണ് വ്യത്യാസം? പരിശുദ്ധ അമ്മയെ മാലാഖമാർ എടുത്തുകൊണ്ട് പോവാണ്, സ്വയം കയറി പോവല്ല. ഹല്ലേലൂയ. മനുഷ്യരാരും നമ്മളാരും സ്വയം കയറി പോകുന്നില്ല, മാലാഖമാര് എടുത്തുകൊണ്ട് പോവുകയാണ്. കൈയടിച്ചൊന്ന് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ഒരു പ്രതിഫലമാണ് അമ്മയുടെ സ്വർഗാരോപണം. എന്തിനുള്ള പ്രതിഫലം? ഈശോയോട്, ദൈവത്തോട് പരിശുദ്ധ അമ്മ എന്ത് പറഞ്ഞാണ് ജീവിച്ചത്? അമ്മ ഇങ്ങനെ പറഞ്ഞാണ് ഓരോ ദിവസവും ജീവിച്ചത്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞ് 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 കർത്താവിന് വേണ്ടി, കർത്താവിനോടുകൂടെ ഈശോയെ പോലെ അമ്മ ജീവിച്ചു. അങ്ങനെ ജീവിച്ചതിന്റെ പ്രതിഫലമാണ് സ്വർഗം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ജീവിച്ച കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ തന്നെ വിട്ടുകൊടുത്ത അമ്മയ്ക്ക് ജീവിതാവസാനത്തിൽ സ്വർഗം പറഞ്ഞു, ദൈവം പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ രാജ്യം നിനക്കിഷ്ടമുള്ളതുപോലെ കയറി വന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ തന്നെ കൊടുത്തവൾക്കാണ്, ദൈവത്തിന്റെ ഹിതത്തിന്, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നതിന് തന്നെ തന്നെ സമർപ്പിച്ചവൾക്കാണ് സ്വർഗം കിട്ടിയത്. നമുക്കും എല്ലാവർക്കും എന്ത് വേണം? അതിലാർക്കും സംശയമില്ല, ഇല്ലേ? എല്ലാവർക്കും എന്താണ് വേണ്ടത്? സ്വർഗം വേണം. എല്ലാവർക്കും സ്വർഗം വേണം. അച്ഛനും വേണം, എല്ലാവർക്കും വേണം. സ്വർഗം വേണം. സ്വർഗം ഒരു പ്രതിഫലമാണ്. എന്തിനുള്ള പ്രതിഫലം? ദൈവഹിതമനുസരിച്ച് ഈശോയോട് ചേർന്ന് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലമാണ് സ്വർഗം. അത് വെറുതെ കിട്ടുകയില്ല. അതൊരു ഈ പരീക്ഷയിൽ വിജയം വെറുതെ കിട്ടുകയില്ല. അപ്പോൾ എത്ര മാർക്ക് മേടിച്ചാൽ സ്വർഗത്തിൽ കയറാം എന്നൊരു ചിന്തയാണ്. എത്ര മാർക്ക് കിട്ടിയാൽ ജയിക്കും, അല്ലേ മോനെ? എത്ര മാർക്ക് കിട്ടിയാൽ ജയിക്കും? 10 മാർക്ക്. 100-ൽ എത്ര മാർക്ക് കിട്ടിയാൽ ജയിക്കും? ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് കയറാൻ എത്ര ശതമാനം മാർക്ക് വേണം? വിജയ ശതമാനം എത്രയാണ്? ടീച്ചർമാരൊക്കെ കൂടി ഇരിക്കുന്നു, പഴയ ടീച്ചർമാരും പുതിയ ടീച്ചർമാരും. സ്വർഗത്തിലേക്കുള്ള വിജയ ശതമാനം എന്ന് പറയുന്നത് 100-ൽ 100 ആണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.
നമ്മള് ഭൂമിയിൽ ഇപ്പൊ ഓണപരീക്ഷയൊക്കെ നടക്കുകയാണ് അല്ലെ നമ്മളെ? ഓണപരീക്ഷയിൽ 100-ൽ 40 മാർക്ക് കിട്ടിയ 36 മാർക്ക് കിട്ടിയാലൊക്കെ ജയിക്കും. പക്ഷേ സ്വർഗത്തിലേക്കുള്ള വിജയ ശതമാനം 100-ൽ 100ആണ്. പരിശുദ്ധ അമ്മ ഈ 100-ൽ 100 കിട്ടി അങ്ങനെ വിജയം വരിച്ചതിന്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. കഴിഞ്ഞ ഹല്ലേലൂയ. ദിവസം ഒരു മകൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ബിടെക് എന്തോ പഠിക്കുകയാണ്, 22 പേപ്പറാണ് മൊത്തത്തിലുള്ളത്, 22ഉം സപ്ലിയാണ്. അങ്ങനെ 4 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട കോഴ്സ് അവൻ 8ാമത്തെ കൊല്ലം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും അങ്ങനെ ഇപ്പൊ പരീക്ഷയിൽ ഈ ഭൂമിയിൽ വെച്ച് ജയിച്ചില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. സപ്ലി എഴുതാനുള്ള സ്ഥലമുണ്ട്, അതാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ വെച്ച് തന്നെ ജയിക്കുന്നതാണ് നല്ലത് എന്നാണ് അല്ലെ? ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ജയിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഒന്നാമത്തെ ചിന്ത, പ്രിയപ്പെട്ടവരെ, സ്വർഗം ഒരു പ്രതിഫലമാണ്. ദൈവത്തോട് വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുന്നതിലുള്ള ഒരു പ്രതിഫലമാണ്. രണ്ടാമത്തെ ഒരു ചിന്ത, ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്നത്, നമ്മൾ ഒരു സ്ഥലം മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്ന സ്ഥലം എങ്ങനെയുള്ള സ്ഥലമാണ്? ഏറ്റവും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു സ്ഥലത്തിനാണ് ഏറ്റവും വിലയുള്ളത്, അല്ലേ? ഏറ്റവും ആദായമുള്ള, ശരിയാണ്, റോഡ് സൈഡിലുള്ള സ്ഥലത്തിനൊക്കെ വില കൂടും. ആദായമുള്ള, അതൊരു പ്രിവിലേജ് ആണ്. ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിനാണ് ഏറ്റവും വിലയുള്ളത്. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ, ഒരു ഷെയർ മാർക്കറ്റിൽ ഏത് കമ്പനിയുടെ ഷെയറിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്? ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന കമ്പനിയുടെ ഷെയറിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത്. ഏത് ബിസിനസ്സിനെയാണ് നമ്മൾ ഏറ്റവും നല്ല ബിസിനസ് എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന ബിസിനസ്സിനെയാണ്. അപ്പോൾ അത് നമുക്കറിയാം, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ബിസിനസ്സിൽ. ഇനി നമ്മുടെ ജീവിതം എങ്ങനെയാണ് വിലയുള്ളതാകുന്നത്? അല്ലെ, സ്ഥലം വിലയുള്ളതാകുന്നത്, സ്ഥലത്തിന്റെ വില പറയാനൊക്കെ നമുക്കറിയാം. ബിസിനസ്സിന് എങ്ങനെ നല്ലതാണോ എന്നൊക്കെ നോക്കാൻ അറിയാം. നമ്മുടെ ജീവിതം എങ്ങനെയാണ് വിലയുള്ള ജീവിതവും വിലയില്ലാത്ത ജീവിതവും? ലാഭം, നഷ്ടം. അവന്റെ ജീവിതം ഒരു ലാഭമാണ്, അവന്റെ ജീവിതം ഒരു നഷ്ടമാണ്. ഏത് കണക്കിലാണ് നമ്മൾ ഒരാളുടെ ജീവിതം ലാഭമായിട്ടും നഷ്ടമായിട്ടും, അല്ലെങ്കിൽ ഗുണമുള്ള ജീവിതം, പാഴായിപ്പോയ ജീവിതം, അല്ലെ? നിന്റെ ജീവിതം പാഴായിപ്പോയി എന്ന് പറയുന്നത് എപ്പോഴാണ്? സ്വർഗം. ഈ ഭൂമിയിൽ വീടുണ്ടാക്കി, സ്ഥലം മേടിച്ചു, കാശുണ്ടാക്കി, മക്കളെ പഠിപ്പിച്ചു, അവരെ നല്ല നിലയിൽ കെട്ടിച്ചയച്ചു, കല്യാണം കഴിപ്പിച്ചു, അല്ലെങ്കിൽ നല്ല സ്ഥാനമാനങ്ങൾ, സമ്പത്ത് എല്ലാം കിട്ടി. ഈ ഭൂമിയുടെ കണ്ണിൽ വിലയുള്ളതിനെ കുറിച്ചല്ല, സ്വർഗത്തിന്റെ കണ്ണിൽ എപ്പോഴാണ് ഒരാൾ ഫലം പുറപ്പെടുവിച്ച, ലാഭമുണ്ടാക്കിയ, പരിശുദ്ധ അമ്മ ലാഭമുണ്ടാക്കി വിജയം വരിച്ചു, എപ്പോഴാണത്, എങ്ങനെയാണത് കണക്കാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിച്ച് ജീവിച്ചു എന്നതാണ് സ്വർഗത്തിന്റെ കണക്കിൽ വിജയം വരിച്ച ഒരു ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാം, പരിശുദ്ധ അമ്മയുടെ ജീവിതം മഹത്വമുള്ള ജീവിതമായി മാറി. അമ്മയ്ക്ക് സമ്പത്തുണ്ടായിരുന്നില്ല, വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു സ്ഥാനമാനവും ഉണ്ടായിരുന്നില്ല. ഈ ഭൂമി, ഈ ലോകം വില കൂടിയതെന്ന് പറയുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. വില കൂടിയ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ സമ്പാദ്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ഒരു സ്ത്രീയുടെ ജീവിതം ലാഭമായ ജീവിതമായി മാറിയത്. അവൾ ദൈവത്തെ ആരാധിച്ചു. അവൾ പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു.
എന്റെ ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും കാര്യത്തിലല്ല ഞാൻ അഭിമാനം കൊള്ളുന്നത്, ഞാൻ ഊറ്റം കൊള്ളുന്നത്. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആനന്ദിക്കുന്നു എന്ന് പറയുന്ന വാക്കിന് ഗ്രീക്കിൽ എഴുതിയിട്ടുള്ള വാക്കിന്റെ മൂലാർത്ഥം, വാച്യാർത്ഥം തുള്ളിച്ചാടുന്നു എന്നാണ്. ഞാൻ എൻ്റെ രക്ഷകനായ ദൈവത്തിന്റെ സന്നിധിയിൽ തുള്ളിച്ചാടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് വേണ്ടി കരമുയർത്തുമ്പോ നമ്മൾ വിലയുള്ളവരാവുകയാണ്. കർത്താവിന്റെ മുൻപിൽ നൃത്തം വെച്ച് അവിടത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ വിലയുള്ളവരാവുകയാണ്. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അവിടത്തെ ആരാധിക്കാൻ ഓരോ ദിവസവും ബലിയർപ്പണത്തിന് ഓടിയെത്തുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വിലയുള്ളവരാവുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ കുടുംബ പ്രാർത്ഥന നന്നായി അർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വിലയുള്ളവരാകുകയാണ്. നമ്മൾ മുട്ടുകുത്തി കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിലയുള്ളവരാവുകയാണ്. നമ്മൾ തീഷ്ണതയോടുകൂടെ വചനം കേൾക്കാൻ എപ്പോഴൊക്കെ അവസരമുണ്ടോ അതിനൊക്കെ വേണ്ടി ഓടിയെത്തുമ്പോൾ വചനം കേൾക്കാൻ, ആരാധിക്കാൻ, മഹത്വപ്പെടുത്താൻ, ഒരു ദിവസം പോലും ദിവ്യബലിയിൽ മുടങ്ങാതെ പങ്കെടുക്കാൻ നമ്മൾ തീഷ്ണത കാണിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെ പോലെ സ്വർഗത്തിന്റെ കണ്ണിൽ വിലയുള്ളവരായി തീരുകയാണ്. ഹല്ലേലൂയ. എന്താണ് ഇതിന്റെ മറുവശം എന്താണ്? അപ്പോൾ എങ്ങനെയാണ് ഈ ബിസിനസ് ലാഭം ഉണ്ടാക്കേണ്ടത് എന്നാണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ജീവിതത്തിന്റെ ബിസിനസ് എങ്ങനെയാണ് ലാഭമുള്ള ബിസിനസ്, ജീവിതം കട നടത്തുന്നതല്ല, ജീവിതത്തിന്റെ ബിസിനസ് എങ്ങനെയാണ് ലാഭമുള്ളതാക്കേണ്ടത്? അത് ഈശോയോട് ചേർന്ന് നിന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയെ ആരാധിച്ച് എത്രമാത്രം നീ കർത്താവിനെ ആരാധിക്കുന്നുവോ അത്രമാത്രം നിന്റെ ജീവിതം കൂടുതൽ വിലയുള്ളതാകും. നീ എത്രമാത്രം കുറച്ച് കർത്താവിനെ ആരാധിക്കുന്നുവോ അത്രമാത്രം നിന്റെ ജീവിതം കുറച്ച് ചെറിയ വിലയുള്ളതായിട്ട്, നമ്മുടെ ഗ്രേഡ് താഴ്ന്നു പോകും. നമ്മൾ ജീവിക്കും തോറും നമ്മുടെ ജീവിതത്തിന്റെ ഗ്രേഡ് കയറി വരണോ താഴ്ന്നു പോണോ? എന്താണ് നമ്മുടെ ഒരു ആഗ്രഹം? കേറി ഇല്ല, നമ്മൾ കേറി വാ മക്കളെ, കേറി പോണം. നമ്മളുടെ മക്കളെ കുറിച്ച് നമ്മുടെ ആഗ്രഹം എന്താണ്? അവര് കേറി പോണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഒരാൾക്കൊരു താല്പര്യമില്ലാത്ത പോലെ ഇരിക്കുകയാണല്ലോ. അച്ഛൻ നിങ്ങൾ വലിയ ദ്രോഹം പറഞ്ഞോ? ആരും എവിടെ ഇരിക്കുന്ന പോലെ ഇന്ന് തീഷ്ണതയോട് കൂടി ഇരിക്കുക. അച്ഛൻ വലിയൊരു കാര്യം പറയല്ലേ? ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഗ്രേഡ് ഒന്ന് സ്വരത്തിൽ പറ, കേറി വരണം. ഹല്ലേലൂയ. എങ്ങനെ കേറി നമ്മളെല്ലാവരും വിജയം വരിക്കണമെന്നാണ്, നമ്മളെല്ലാവരും കേറി വരണമെന്നാണ്, നമുക്ക് ഉന്നതമായ റാങ്ക് ഉണ്ടാകണമെന്നാണ്, അല്ലേ? ഏത് റാങ്ക് വേണം പരീക്ഷ എഴുതുമ്പോ മോളെ? ഫസ്റ്റ് റാങ്ക് വേണം, ഹയർ ഗ്രേഡ് വേണം, ഏറ്റവും വലിയ റാങ്ക് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പരിശുദ്ധ അമ്മയെ പോലെ ഒരു വലിയ ഹയർ റാങ്ക് മേടിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ ഹയർ ഗ്രേഡ് മേടിക്കാൻ പരിശ്രമിക്കാതെ ഈ ഭൂമിയിൽ ഹയർ ഗ്രേഡ് മേടിക്കാൻ അധ്വാനിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, ലോകം മുഴുവൻ നേടിയാലും ബാക്കി പറ, ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം? ഈ ഭൂമിയിൽ എത്ര വലിയ ഗ്രേഡ് നേടിയാലും അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അത് ഇവിടെ വെച്ച് തീരും. പക്ഷേ നമ്മൾ ഈ ഭൂമിയിൽ അധ്വാനിക്കേണ്ടത് കർത്താവിന്റെ കണ്ണിൽ നമുക്ക് വിലയിടുന്നത് പ്രിയപ്പെട്ടവരെ നാട്ടുകാരല്ല, മനുഷ്യരല്ല, നമുക്ക് വിലയിടുന്നത് ദൈവമാണ്. ഒരു മനുഷ്യനെയും വേറൊരു മനുഷ്യന് വിലയിടാൻ, ജീവന് വിലയിടാൻ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. അത് പിതാവ് വിധി മുഴുവൻ
പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവമാണ് വിലയിടുന്നത്. ദൈവം വിലയിടുമ്പോൾ എന്റെ ജീവിതത്തിന് വിലയുണ്ടാകുമോ? ദൈവം വിലയിടുമ്പോൾ എന്റെ ജീവിതത്തിന് എന്ത് വിലയുണ്ടാവും? ദൈവം വിലയിടുന്നത് എന്ത് നോക്കിയിട്ടാണ്? നീ എത്രമാത്രം കർത്താവിൽ ആനന്ദിച്ചു, ആരാധിച്ചു, ദൈവത്തിനു വേണ്ടി ജീവിച്ചു എന്ന് നോക്കിയിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിന് വിലയിടുന്നത്. കണ്ണുകളടക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ദൈവാരാധനയിൽ, ബലിയർപ്പണത്തിൽ, ഈശോയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുന്നതിൽ, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിൽ, ഇതാ കർത്താവിന്റെ ദാസന്റെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് വചനമനുസരിച്ച് ജീവിക്കുന്നതിൽ തീഷ്ണത കാണിക്കാതെ പോയ, ഉത്സാഹം കാണിക്കാതെ പോയ സമയങ്ങൾ പാഴായിപ്പോയ സമയമാണ്, പാഴായിപ്പോയ ജീവിതമാണ്. എന്റെ ജീവിതം പാഴായി പോകാനുള്ളതല്ല. ഒരുപക്ഷെ ഇന്ന് വരെ എന്റെ ജീവിതം അതുപോലെ ഞാൻ പാഴാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു പുതിയ തീരുമാനമെടുക്കാനുള്ള സമയമാണ്. ഇനി ഞാൻ ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ അമിതമായ വ്യഗ്രത പൂണ്ട് ഈ ലോകത്തിന്റെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ജീവിച്ച് ഇനിയും ഞാൻ എന്റെ ജീവിതം പാഴാക്കി കളയുകയില്ല. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കും, ദൈവത്തിന് വേണ്ടി ജീവിക്കും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, തീഷ്ണതയോടെ സ്തുതിക്കട്ടെ, അനുതാപത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മാനസാന്തരത്തിന്റെ കൃപകളോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീരോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, വചനം കേൾക്കാൻ, ബലിയർപ്പിക്കാൻ ലഭിച്ച അവസരങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്റെ ജീവിതമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗത്തോടടുത്ത് വരേണ്ടതിന് പകരം ഞാൻ അകന്നുപോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എന്നെ ഒരു സ്വർഗീയ മനുഷ്യനാക്കി തീർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന, ഹല്ലേലൂയ, തീഷ്ണതയോടുകൂടെ ഈ ജീവിതയാത്ര പൂർത്തിയാക്കുന്ന ഒരു മനുഷ്യനായി കഴിഞ്ഞു പോയതിനെ മറന്ന്, ഹല്ലേലൂയ, നേടിയെടുത്തതിന് മുറുകെ പിടിച്ച് മുന്നിലുള്ളതിനെ ലക്ഷ്യം വെച്ച് അതിവേഗത്തിൽ പ്രയാണം ചെയ്യുന്ന ഒരു മനുഷ്യനാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിയുടെ കിരീടം, രക്ഷയുടെ കിരീടത്തെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നവരാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ.